Hello dear students, welcome to a new class section of Plus One Zoology. നമ്മുടെ ഒരു പുതിയ ക്ലാസ് സെക്ഷനിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാം. So in our previous class we discussed about two classes. നമ്മൾ രണ്ട് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയും ദെൻ കോൺട്രിക്ടേസ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടും രണ്ട് ഡിവിഷനിലാണ് വരുന്നത് അല്ലേ. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ആഗ്നാത്തയിലാണ് വരുന്നത്, ദാറ്റ് ഈസ് ജോലെസ് ഓർഗാനിസംസ് ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കോൺട്രിക്ടേസ് അത് ജോ പ്രസന്റ് ആയിട്ടുള്ള ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ വരുന്ന രണ്ട് സൂപ്പർ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതിൽ പിസസിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കോൺട്രിക്ടേസ് എന്ന് പറഞ്ഞത്. സോ പിസസിൽ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. പിസസിൽ ടോട്ടലി രണ്ട് ക്ലാസ്സസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, കോൺട്രിക്ടേസും ഓസ്റ്റിക്ടേസും. സോ കോൺട്രിക്ടേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലാസ് ഓസ്റ്റിക്ടേസ്. സോ കമ്മിങ് ടു ഓസ്റ്റിക്ടേസ്, കോൺട്രിക്ടേസ് കഴിഞ്ഞാൽ സൂപ്പർ ക്ലാസ് പിസസിൽ വരുന്ന ഫിൻ വെയറിംഗ് ആയിട്ടുള്ള പിസസിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസ് ആണ് ഓസ്റ്റിക്ടേസ് എന്ന് പറയുന്നത്. കോൺട്രിക്ടേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഓസ്റ്റിക്ടേസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓർഗാനിസംസ് ഓർ ദ ഓസ്റ്റിക്ടേസ് ഇൻക്ലൂഡ്സ് both marine and freshwater organisms. Marine organisms and freshwater organisms ഉണ്ട്. That organisms means fishes അല്ലേ. ഫിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ക്ലാസ് ആണ് നമ്മൾ പറയുന്നത്. സോ ഫിഷസ് ആണ് ഇവിടുത്തെ ആനിമൽസ് എന്ന് പറയുന്നത്. സോ both freshwater and marine water fishes are included in the class Ostichtales. മറൈൻ വാട്ടറിൽ ജീവിക്കുന്നവയും ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവയും ഫിഷസ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ബോണി എൻഡോസ്കെലട്ടൺ ആണ്. ദേ ഹാസ് ബോണി എൻഡോസ്കെലട്ടൺ. എൻഡോസ്കെലട്ടൺ കാർട്ടിലേജസ് ഓർ ബോണി എൻഡോസ്കെലട്ടൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓസ്ട്രിക്ടേസിന് ബോണി എൻഡോസ്കെലട്ടൺ ആണ് ആൻഡ് സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഷേപ്പിലുള്ള, നമുക്കറിയാം ഫിഷസിന്റെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരിക. സോ ദിസ് കൈൻഡ് ഓഫ് ഷേപ്പ്, ഇത് ഈ ഒരു ഷേപ്പിലുള്ള ബോഡിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. സോ അവരുടെ ബോഡിയുടെ പ്രത്യേകത ഇറ്റ് ഈസ് സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ദെൻ മൗത്ത് ഈസ് മോസ്റ്റ്ലി ടെർമിനൽ. ടെർമിനൽ എൻഡിലായിരിക്കും അല്ലെങ്കിൽ ടെർമിനൽ പോർഷനിലായിരിക്കും, ബോഡിയുടെ ടെർമിനൽ പോർഷനിലായിരിക്കും മൗത്ത് പ്രസന്റ് ആയിട്ടിരിക്കുക. അത് നമുക്ക് വെൻട്രൽ പോർഷനിലെന്നോ ഡോർസൽ പോർഷനിലെന്നോ പറയാൻ പറ്റത്തില്ല. ടെർമിനൽ പോർഷനിലായിരിക്കും മൗത്ത് പ്രസന്റ് ആയിരിക്കുക. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ആസ് മൗത്ത് ഈസ് ടെർമിനൽ. ദെൻ ഹാവ് 4 പെയർ ഓഫ് ഗിൽ സ്ലിറ്റ്സ്. 4 പെയർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഇവയിൽ പ്രസന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ആൻ ഓപ്പർക്കുലം. ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ഗിൽ കവറിങ്ങിനെ പറയുന്ന പേരാണ് അല്ലേ. സോ 4 പെയർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ആണ് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ ആണ് അല്ലെ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഓപ്പർക്കുലം കൊണ്ട് കവേർഡ് ആണ്, കവർ ചെയ്തിട്ടുണ്ട്. ഓൺ ഈച്ച് സൈഡ്, ഓരോ സൈഡിലുള്ള പെയേഴ്സ് ആകുമ്പോൾ ഈച്ച് സൈഡിലുള്ളത് കവേർഡ് ആണ്. ഓക്കെ, then skin is covered with the cycloid and ctenoid scale. This is an important point. Cycloid or ctenoid scales. പല ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫിഷസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. സൈക്ലോയിഡ് സ്കെയിൽസ്, ടീനോയിഡ് സ്കെയിൽസ്, പിന്നെ നമ്മൾ ബ്ലാക്കോയിഡ് സ്കെയിൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൈക്ലോയിഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലാർജ് തിൻ റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് സ്കെയിൽസിനെയാണ് നമ്മൾ സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയാം. ടീനോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ സെയിം ലാർജ് ആയിരിക്കും, തിന്നായിരിക്കും, റൗണ്ട് ഓർ ഓവർ ഷേപ്പിലൊക്കെ ആയിരിക്കും ടീനോയിഡിന്, സൈക്ലോയിഡിനെ പോലെ. പക്ഷേ ടീനോയിഡ് സ്കെയിൽസിൽ ഈ സ്കെയിൽസിന്റെ ഫ്രീ എഡ്ജസിൽ കോംബ് ലൈക്ക് ഓർ സ്പൈൻ ലൈക്ക് ടീത്ത്സ് പ്രസന്റ് ആയിരിക്കും. കോംബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് ഈ തോൺസ് മുള്ള പോലെ എങ്ങനെ നിൽക്കുന്നതാണ് സ്ട്രക്ചർ അല്ലേ. സോ ഇതുപോലെയുള്ള സ്പൈൻ ലൈക്ക് അല്ലെങ്കിൽ കോംബ് ലൈക്ക് ടീത്ത്സ് പ്രസന്റ് ആയിരിക്കും അതിന്റെ ഫ്രീ എഡ്ജസിൽ. അതാണ് ടീനോയിഡ് സ്കെയിൽസിന്റെ പ്രത്യേകത സൈക്ലോയിഡിനെ വെച്ച് നോക്കുമ്പോൾ. സോ ഇവയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സ്കിന്ന് കവർ ചെയ്തുകൊണ്ട് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ എന്താണ്, ചില ഫിഷസിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും, ചില ഫിഷസിൽ ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് എയർ ബ്ലാഡർ ഈസ് പ്രസന്റ്. എയർ ബ്ലാഡർ പ്രസന്റ് ആണ് വിച്ച് റെഗുലേറ്റ്സ് ബയോഎൻസി. നമ്മൾ ബയോഎൻസി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവയിൽ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ദെൻ 2 chambered ഹാർട്ട് ആണ്. സോ ഓസ്റ്റിക്ടേസിന് അല്ലെങ്കിൽ ഓസ്റ്റിക്ടേസിൽ വരുന്ന ഫിഷസിന് 2 chambered ഹാർട്ട് ആയിരിക്കും. 1 auricle and 1 ventricle is present. Then cold blooded animals or cold blooded organisms ആണ് ഓസ്റ്റിക്ടേസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ വരുന്ന എല്ലാ ഫിഷസും they are cold blooded organisms. Then sexes are separate. Male organism, female organism separate ആണ്. So they are dioecious organisms ആണ്. And
external fertilization is occur. External fertilization ആണ് ഇവയിൽ കാണപ്പെടുന്നത്. ആൻഡ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വിത്ത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണുന്നത്. Then they are oviparous ആണ്. Oviparous organisms ആണ്. Oviparous organisms എന്ന് പറഞ്ഞാൽ എന്താ? There is no embryonic development within the parent or mother body. മദറിന്റെ ബോഡിക്ക് അകത്ത് വെച്ചിട്ട് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നില്ല, പുറത്ത് വെച്ചിട്ടാണ് അല്ലേ. എഗ് ലേയിങ് പ്രോസസ്സിംഗ് ആയിരിക്കും. സോ ദേ ആർ ഓവിപാരസ് ഓർഗാനിസംസ് ആൻഡ് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും ഇവയിൽ നടക്കുക. ദെൻ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു മറൈൻ ഓർഗാനിസംസും ദെൻ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസും ഇൻവോൾവ് ആണ്. സോ മറൈൻ ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിളും ഫ്രഷ് വാട്ടർ ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിളും വീതം നിങ്ങൾ പഠിക്കുക. സോ മറൈനിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എക്സോസീറ്റസ് അഥവാ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിന്റെ പേരുണ്ട്. ദെൻ ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും. നമ്മൾ കടൽ കുതിര, സീ ഹോഴ്സ് എന്നൊക്കെ പറയും. ഒരു സ്പെഷ്യൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡിയൊക്കെ ഉള്ള ഒരു ഓർഗാനിസമാണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. സോ അതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ ലാബിയോ ആൻഡ് കട്ല ഫിഷസിനൊക്കെ അറിയാം അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ കൾച്ചർ ചെയ്യുന്ന ഒരു ഫിഷാണ് കട്ല ഫിഷ് എന്ന് പറഞ്ഞത്. സോ അപ്പൊ നമ്മൾ ഓസ്റ്റിക്ടേസിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്. ബോഡി എൻഡോസ്കെലട്ടൻ ആണ്. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർക്കാം. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ദെൻ 4 പെയർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കവേർഡ് ബൈ ആൻ ഓപ്പോകുലം ഓൺ ഈച്ച് സൈഡ് അല്ലേ. ഓപ്പോകുലം കൊണ്ട് കവേർഡ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ് പ്രസന്റ് ആയിരിക്കും അല്ലേ. അവ തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സും. സോ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് ഓസ്റ്റിക്ടേസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഓസ്റ്റിക്ടേസും കോൺട്രാക്ടേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സൂപ്പർ ക്ലാസ് പീസസിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്നാത്തോസ്റ്റോമൈറ്റയിൽ വരുന്ന സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ടെട്രാപോഡയാണ്. ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ ലിംസ് പ്രസന്റ് ആയിട്ടുള്ള ലിംസ് ഹാവിങ് ഓർഗാനിസംസ് ആണ്. സോ അവയിൽ നമുക്ക് കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. എയ്ഡ്സ്, റെപ്റ്റൈൽസ്, ആംഫിബിയ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. സോ അതാണ് ടെട്രാപോഡയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ആയിട്ടില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 5 ക്ലാസ് ആണ് ടെട്രാപോഡയിൽ പഠിക്കാനുള്ളത്. സോ അതിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ആംഫിബിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്? ലിംസ് പ്രസന്റ് ആയിട്ടുള്ള ലിംബായിട്ട് സ്ട്രക്ചേർഡ് പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിൽ വരുന്നത്, ടെട്രാപോഡ്സിൽ വരുന്നത്, ടെട്രാപോഡയിൽ വരുന്നത്. സോ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ക്ലാസ് ആംഫിബിയ. സോ കമ്മിങ് ടു ക്ലാസ് ആംഫിബിയ, ടെട്രാപോഡയിലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ആംഫിബിയയിലേക്ക് വരും. ആംഫിബിയ എന്ന് പറഞ്ഞാൽ ഉഭയജീവികൾ എന്നാണ് അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് ഉഭയജീവികൾ എന്താണ്, അവയുടെ ചില ബേസിക് ആയിട്ടുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണ് അവയുടെ അല്ലേ. അവയ്ക്ക് ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ലിവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ ഹാബിറ്റാറ്റ് അല്ലേ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ 2 ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവയ്ക്ക് തീർച്ചയായിട്ടും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള ജീവികളാണ് ഈ ആംഫിബിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും ഒരു ഉഭയജീവിക്ക് അല്ലെങ്കിൽ ഒരു ആംഫിബിയക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രോഗ് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്രോഗിന്റെ ആ ഒരു പിക്ചർ, ഫ്രോഗ് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. സോ ഫ്രോഗിനെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. It can live in both aquatic and terrestrial habitat. Aquatic habitatലും terrestrial habitatലും ഇവയ്ക്ക് ജീവിക്കാൻ പറ്റും. Okay, that is why they are called amphibians എന്ന് പറയുന്നത്. Then most of them have 2 pair of limbs. 2 pair of limbs ആണ് ഇവയിൽ പ്രസന്റ് ആയിരിക്കുക. അത് തന്നെ 2 forelimbs and 2 hind limbs എന്ന് പറയും. അതായത് മുൻപിലത്തെ 2 ലിംസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ദെൻ ബാക്കിലത് കാലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. നമുക്ക് പറയുന്നത് 4 limbs ആണ് ഹൈ ലിംസ് എന്ന് പറയുന്നത്. സോ 2 pair of limbs പ്രസന്റ് ആയിരിക്കും ഇവയിലുള്ള ഭൂരിഭാഗം ഓർഗാനിസംസിനും. Then body is divisible into head and trunk region. Tail എന്ന് പറയുന്നത് it may be present in someone. ചില ഓർഗാനിസത്തിൽ മാത്രമാണ് ടെയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. എല്ലാ ഓർഗാനിസത്തിലും ടെയിൽ പ്രസന്റ് അല്ല. So body is divisible into head and trunk region. So this is an important point. Head and trunk region ആയിട്ട് ബോഡിയെ നമുക്ക് divisible which means divide ചെയ്യാന്നല്ല, നമുക്ക് ഇങ്ങനെ കണക്കാക്കാം.
ദെൻ ടെയിൽ എന്ന് പറയുന്നത് ചില ഓർഗാനിസത്തിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ദ നെക്സ്റ്റ് പോയിന്റ്, സ്കിൻ ഈസ് മോയിസ്റ്റ്. സ്കിൻ എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഫ്രോഗിന്റെ സ്കിന്ന് ഇമാജിൻ ചെയ്യുക. ഫ്രോഗിന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മോയിസ്റ്റിൽ ഒരു നനവ് പ്രസന്റ് ആയിരിക്കും, വെറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. സോ അതാണ് സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് ആണ്, വിത്തൗട്ട് സ്കെയിൽസ്. സ്കെയിൽസ് പ്രസന്റ് അല്ല. ഫിഷസിന്റെ കേസിലാണ് നമ്മൾ സ്കെയിൽസ് പറയുന്നത് അല്ലേ. പക്ഷെ ഒരു ആംഫിബിയായ പിന്നെ ഫ്രോഗിന്റെ കേസ് ആണ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഫ്രോഗിന്റെ ഒരു സ്കിൻ ആലോചിക്കുക, ദർ ഇസ് നോ സ്കെയിൽ അല്ലെ, സ്കെയിൽസ് പ്രസന്റ് അല്ല. ആംഫിബിയൻസ് വരുന്ന ഒരു ഓർഗാനിസംസിനും സ്കെയിൽസ് പ്രസന്റ് അല്ല, പക്ഷെ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും മോയിസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐസ് ഹാവ് ഐലിഡ്സ്. ഐസിൽ ഐലിഡ്സ് പ്രസന്റ് ആണ്, കൺപോളകൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരിക്കും. സോ ഐസ് ഹാവ് ഐലിഡ്സ്. ദെൻ എ ടിംപാനം റെപ്രസെന്റ് ദി ഇയർ. സോ നമ്മുടെയൊക്കെ ചെവി പോലെ പുറത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇയർ സ്ട്രക്ചേർഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പകരം അവിടെ ഒരു ടിംപാനം എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻ ഉണ്ട്. നമ്മൾ ഫ്രോഗിന്റെ ഒക്കെ ഹെഡ് റീജിയനിൽ അതിന്റെ ഇയർ പോർഷന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കാണാം. അതിങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്തൊന്നും നിൽക്കത്തില്ല, ചെറിയൊരു സ്ട്രക്ചറായിട്ട്. ഓക്കെ, അതാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ടിംപാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടിംപാനം റെപ്രസെന്റ് ദി ഇയർ. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ഈസ് their alimentary canal, urinary and reproductive tracts are opens into a chamber-like region. ഇവയുടെ alimentary canalum, urinary അതുപോലെ reproductive tracts ഒക്കെ ഒരു chamber-like regionിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. That particular region is called cloaca. Okay, cloaca, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Their alimentary canal, urinary and reproductive tracts open into a common chamber called cloaca. സോ എക്സാമിന് വൺ വേർഡിനൊക്കെ ചോദിക്കാം ക്ലോയേക്കയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ക്ലോയേക്ക എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ക്ലോയേക്ക എന്നാൽ എന്ത് അല്ലേ, വാട്ട് ഈസ് ക്ലോയേക്ക. സോ അങ്ങനെ ചോദിച്ചാൽ their alimentary canal, urinary and reproductive tracts open into a common chamber. That particular chamber is called cloaca. The next point is respiration is through gills, lungs and also through skin. ഇവയുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഗിൽസ് ഉണ്ട്, ദെൻ ലങ്സ് ഉണ്ട്, ദെൻ സ്കിന്നിലൂടെയും ഇവയ്ക്ക് റെസ്പിറേഷൻ സാധ്യമാണ്. ഓക്കെ, ശ്വസനം സാധ്യമാണ്. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഈ സ്കിന്നിന്റെ കാര്യം ഓർക്കണം. ഓക്കെ, ദെൻ 3 ചേമ്പേർഡ് ഹാർട്ടാണ് ഇവയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഇവിടെ ഹാർട്ടിന് 3 ചേമ്പേഴ്സ് പ്രസന്റ് ആയിരിക്കും. 2 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ, 2 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ, അങ്ങനെയാണ് 3 ചേമ്പേർഡ് ഹാർട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ദേ ആർ കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്. കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്, ആനിമൽസ് ആണ് എന്ത് ഈ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്സസ് ആർ സെപ്പറേറ്റഡ്, ഡയേഷ്യസ് ഓർഗാനിസംസ് ആണ്. ദെൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഒവിപാരസ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്, ഒവിപാരസ് ഓർഗാനിസംസ് ആണ് ആൻഡ് ദേ ഷോസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ക്ലാസ് ആംഫിബിയയിൽ വരുന്നത്. ആംഫിബിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ദേ ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ടെറസ്ട്രിയൽ റീജിയൻ അല്ലേ. ടെറസ്ട്രിയൽ അക്വാട്ടിക് റീജിയനിലും ടെറസ്ട്രിയൽ റീജിയനിലും ഇവയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദെൻ മോയിസ്റ്റ് സ്കിൻ ആയിരിക്കും. ദെൻ ടിംപാനം അല്ലേ, ഇയറിന്റെ ഫംഗ്ഷനിങ് ചെയ്യുന്നത് ടിംപാനം എന്നുള്ള സ്ട്രക്ചർ ഓർക്കുക. ദെൻ 2 പെയർ ഓഫ് ലിംസ് ആണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു 4 ലിംസ്, 2 ഫോർ ലിംസും 2 ഹൈൻഡ് ലിംസും ആയിട്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ഇവയുടെ ഈ ഒരു ഫീച്ചേഴ്സ്, ക്ലോയേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ചേമ്പർ ആണ്. അലിമെന്ററി കനാലും യൂറിനറിയും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചേമ്പറാണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ് പ്രസന്റ് ആണ്, ലങ്സ് ഉണ്ട്. ദെൻ സ്കിന്നിലൂടെയും ഇവ റെസ്പയർ ചെയ്യുന്നു. Then cold blooded organisms ആണ്. 3 chambered heart and 2 auricle and 1 ventricle is present. Then sexes separate ആണ്. Then external fertilization ആണ്. Oviparous organisms ആണ് and they shows indirect development. So amphibiക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഓർഗാനിസം ഉണ്ട്. ദെൻ നമ്മുടെ ഫ്രോഗ് അല്ലേ, നമ്മുടെ ഫ്രോഗിൽ തന്നെ ട്രീ ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈങ് ഫ്രോഗ് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ദെൻ സാലമാൻഡർ
ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആംഫിബിയയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ക്ലാസ് ആംഫിബിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആംഫിബിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് ആണ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. സോ ടെട്രാപോഡയിൽ വരുന്ന ആംഫിബിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് ആണ് റെപ്റ്റീലിയ. അതിന് നമ്മൾ ഉരകങ്ങൾ എന്ന് പറയും. ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ റെപ്റ്റീലിയയുടെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണ്. ഇവയുടെ ലോക്കോമോഷൻ എന്ന് പറയുന്നത് ഇവയുടെ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡലിലായിരിക്കും. നമ്മൾ ഇഴഞ്ഞു നീങ്ങുക അല്ലെങ്കിൽ പടർന്ന് ഇങ്ങനെ കയറുക, പതിയെ മൂവ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്, നിരങ്ങി നീങ്ങുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ഇസ് കോൾഡ് ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. സോ ഇവിടെ ലോക്കോമോഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണ് റെപ്റ്റീലിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു ഓർഗാനിസത്തിനെ കണ്ടാൽ അവയിലെ ലോക്കോമോഷൻ വെച്ചിട്ട് നമുക്ക് അത് ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ, മോസ്റ്റ് ഓഫ് ദം ആർ ടെറസ്ട്രിയൽ. മോസ്റ്റ്ലി ദേ ആർ ടെറസ്ട്രിയൽ ഫോം. ടെറസ്ട്രിയൽ ഫോം ആണ്. അക്വാട്ടിക് ഫോംസ് കുറവാണ്. സോ മോസ്റ്റ് ഓഫ് ദം ആർ ടെറസ്ട്രിയൽ ഫോം. Then body covered by dry and conified skin, epidermal scales or scutes. ഇവിടെ ബോഡി എന്ന് പറയുന്നത് കവർ ചെയ്തുകൊണ്ട് ഒരു കോണിഫൈഡ് സ്കിൻ അല്ലെങ്കിൽ എപ്പിഡെർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് പ്രസന്റ് ആയിരിക്കും. സോ എപ്പിഡെർമൽ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പിഡെർമിസ് നിന്നാണ് സ്കെയിൽസ് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എപ്പിഡെർമൽ സ്കെയിൽസ്. പക്ഷേ സ്ക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലോവർ വാസ്കുലാർ ലെയർ ഓഫ് ടിഷ്യൂ, നമ്മുടെ ലോവർ വാസ്കുലർ ലെയർ ഓഫ് സ്കിന്നിന്റെ ലോവർ വാസ്കുലർ ലെയറിൽ നിന്നാണ് സ്ക്യൂട്ട്സ് പ്രസന്റ് ആയിട്ടുള്ളത്, ഫോം ചെയ്യുന്നത്. സോ ഈ സ്കെയിൽസിന്റെ സ്ക്യൂട്ടിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്കെയിൽസ് എടുത്ത് നോക്കിയാൽ ഇനി ഫിഷസിന്റെ കേസ് ആയിക്കോട്ടെ, നമ്മൾ സ്കെയിൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കാണുക അല്ലേ, അവയുടെ ഓവർലാപ്പ് ചെയ്തിട്ട്. പക്ഷേ സ്ക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവർലാപ്പിങ് കാണത്തില്ല. സ്കെയിൽസിനെ പോലെ they do not overlap each other. ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. സോ അവയുടെ ബോഡി എന്ന് പറയുന്നത് കവർ ചെയ്തിട്ടൊരു ഡ്രൈ ആൻഡ് കോൺഫൈഡ് സ്കിൻ, അതെന്ന് പറഞ്ഞാൽ എപ്പിഡെർമൽ സ്കെയിൽസോ അല്ലെങ്കിൽ സ്ക്യൂട്ട്സോ ആയിരിക്കും. ഓക്കെ, they do not have external ear opening. അവയ്ക്ക് ഒരു എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഉണ്ടായിരിക്കത്തില്ല. സോ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് റെപ്റ്റീലിയ. Then their limbs when it is present are two pair ഓഫ് ലിംസ് ആയിരിക്കും ലിംസ് പ്രസന്റ് ആണെങ്കിൽ. ഓക്കെ, അതിന് അർത്ഥം എന്താണ്? അതിന് മീനിങ് എന്ന് പറയുന്നത് ലിംബ്ലെസ് ഓർഗാനിസംസ് റെപ്റ്റീലിയയിൽ വരുന്നുണ്ട്. ദെൻ 3 ചേമ്പേർഡ് ഹാർട്ട് ആണ് ഇവയിൽ നോർമലി പ്രസന്റ് ആയിരിക്കുന്നത്. 3 ചേമ്പേർഡ് ഹാർട്ട് ആണ്. പക്ഷേ ഒരു ഓർഗാനിസം, അതായത് ക്രൊക്കഡൈലിനെ നിങ്ങൾക്കറിയാലോ, സോ ക്രൊക്കഡൈലിന്റെ കേസിൽ അവയ്ക്ക് 4 ചേമ്പേർഡ് ഹാർട്ടാണ് വരുന്നത്. പക്ഷെ ക്രൊക്കഡൈലും റെപ്റ്റീലിയയിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3 ചേമ്പേർഡ് ഹാർട്ടാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. എക്സെപ്റ്റ് ക്രൊക്കഡൈലില് 4 ചേമ്പേർഡ് ഹാർട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. Then they are poikilotherms. Poikilotherms എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ്മോസ്ഫിയർ, അവയുടെ ചുറ്റുപാടുള്ള എൻവയോൺമെന്റ് ടെമ്പറേച്ചർ അനുസരിച്ച് അവയുടെ ബോഡി ടെമ്പറേച്ചർ അവയ്ക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. They cannot regulate their body temperature according to their environment. Okay, so such organisms are called poikilotherms. So reptilians are poikilotherms. Then snakes and lizards shed their scales as skin cast. നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്നേക്സും ലിസാർഡ്സും ഒക്കെ അവയുടെ പിന്നെ സ്കെയിൽസ് റിമൂവ് ചെയ്യുക. അപ്പം നമ്മൾ പറയാം അത് ഇങ്ങനെ അതിൻ്റെ ഒരു കവറിങ് റിമൂവ് ചെയ്യാണ് സ്നേക്സിൻ്റെ മുകളിൽ നിന്നൊക്കെ അല്ലേ. അപ്പോൾ ആ കവറിങ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിൽ പ്രസന്റ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. ആ സ്കെയിൽസിനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്, ഷെഡ് ഔട്ട് ചെയ്യുന്നത്. സോ സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. അവരുടെ സ്കിൻ കാസ്റ്റ് ആയിട്ടാണ് അവ അത് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അതിലൊരു മെക്കാനിസം ആണ്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആ സ്കിൻ കാസ്റ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്യപ്പെടും, അവയുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്സസ് ആർ സെപ്പറേറ്റ്. സെക്സസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇവയിൽ നടക്കുന്നത്, ബോഡിക്കകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആൻഡ് ഒവിപാരസ് ഓർഗാനിസംസ് ആണ്. ദേ ആർ ഒവിപാരസ് ആൻഡ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവയിൽ കാണപ്പെടുന്നത്. ഇനി ഇവയുടെ എക്സാമ്പിൾസ് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രൊക്കഡൈൽ എഴുതാം,
ദെൻ പോയിസണസ് സ്നേക്സ് ആയിട്ടുള്ള എല്ലാ സ്നേക്സും ഇതിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ നാച്ച, കോബ്ര അല്ലെ, നമ്മുടെ മൂർക്കൻ പാമ്പൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ കമേലിയോൺ, കലോട്ടസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ലിസാർഡ്, നമ്മുടെ ഓന്തൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. സോ അത്തരത്തിലുള്ള എല്ലാ റെപ്റ്റൈൽസിൽ വരുന്ന ഒരു വിധം ഈ ക്രീപ്പിംഗ് ആൻഡ് ക്രോളിംഗ് മൂവ്മെന്റ് കാണിക്കുന്ന എല്ലാ ഓർഗാനിസംസും നമുക്ക് ഈ റെപ്റ്റീലിയയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസ് റെപ്റ്റീലിയയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 3 ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫിസസിൽ വരുന്ന ഓസ്റ്റിക്ടേറ്റ്സ്, ദെൻ രണ്ടാമത്തെ സൂപ്പർ ക്ലാസ് ആയിട്ടുള്ള ടെട്രാപോഡയിലേക്ക് വരും. അതിൽ 5 ക്ലാസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ആംഫിബിയും സെക്കൻഡ് ക്ലാസ് ആയിട്ടുള്ള റെപ്റ്റീലിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊരു 3 ക്ലാസ്സും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 3 ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പോർഷൻ, നെക്സ്റ്റ് 3 ക്ലാസ്സിൻ്റെ പോർഷൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.